തിരുവമ്പാടി മണ്ഡലത്തിൽ സ്വന്തം തട്ടകങ്ങളിലും മടിതെറ്റിയ ആഘാതത്തിൽ ഇടതു ക്യാമ്പ്. മുക്കത്ത് പ്രതീക്ഷിച്ച ലീഡ് ലഭിക്കാത്തതിനൊപ്പം രണ്ട് സ്ഥാനാർത്ഥികളുടെയും സ്വന്തം നാടായ കൂടരഞ്ഞി കാസിമിനൊപ്പം നിലയുറപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. UDF കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിച്ച വിജയമാണ് തിരുവമ്പാടി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി CK കാസിം കരസ്ഥമാക്കിയത്. അതേസമയം സ്വന്തം തട്ടകങ്ങളിൽ പോലും അടിതെറ്റിയ ആഘാതത്തിലാണ് ഇടതു നേതൃത്വം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുക്കം നഗരസഭയിലെയും കൂടരഞ്ഞി പഞ്ചായത്തിലെയും വലിയ ഭൂരിപക്ഷമായിരുന്നു ഇടതുമുന്നണിയെ തുണച്ചിരുന്നത്. ഇത്തവണയും ഇതുതന്നെയായിരുന്നു പ്രധാനമായും കണക്കുകൂട്ടിയിരുന്നതും. എന്നാൽ CPM ഒറ്റയ്ക്ക് ഭരിക്കുന്ന മുക്കം നഗരസഭയും LDF സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫിൻ്റെ സ്വന്തം നാടായ കൂടരഞ്ഞി പഞ്ചായത്തും ഉൾപ്പെടെ LDFന് പൂർണ്ണമായും കൈയൊഴിഞ്ഞു. 2500 വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന മുക്കം നഗരസഭയിൽ 398 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് ഇടതുമുന്നണിക്ക് നേടാനായത്. ഇത് ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 2021 വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷം സമ്മാനിച്ച ലിൻഡോ ജോസഫിൻ്റെ സ്വന്തം പഞ്ചായത്തായ കൂടരഞ്ഞിയിലാവട്ടെ ഇത്തവണ കാസിം മികച്ച മുന്നേറ്റമാണ് നടത്തിയത്. 456 വോട്ടിൻ്റെ ലീഡ് കൂടരഞ്ഞിയിൽ കാസിം നേടി. തിരുവമ്പാടി പഞ്ചായത്തിൽ 2011 വോട്ട് ലീഡ് നേടിയത് മാത്രമാണ് LDFന് ആശ്വാസം പകർന്നത്. UDFനാവട്ടെ പ്രതീക്ഷിച്ചതിലേറെ ഭൂരിപക്ഷം മിക്കയിടത്തും ജനങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ ചരിത്രത്തിലാദ്യമായി ഇടതുമുന്നണി 709 വോട്ടിൻ്റെ ലീഡ് നേടിയ കോടഞ്ചേരിയിൽ ഇത്തവണ 1461 വോട്ടിൻ്റെ ഭൂരിപക്ഷം കാസിമിന് നേടാനായി. 1663 വോട്ട് ഭൂരിപക്ഷമുണ്ടായിരുന്ന മുക്കത്താവട്ടെ 398 വോട്ടായി കുത്തനെ താഴുകയും ചെയ്തു. 335 വോട്ട് മാത്രം ഭൂരിപക്ഷമുണ്ടായിരുന്ന കാരശ്ശേരിയിൽ 1691 വോട്ടിൻ്റെ ലീഡാണ് CK കാസിം കരസ്ഥമാക്കിയത്. കൊടിയത്തൂരിൽ കഴിഞ്ഞ തവണ 1222 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ടായിരുന്നത് ഇത്തവണ 1965 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് ഉയർന്നതും UDFന് വലിയ നേട്ടമായി മാറി. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.